പാമ്പുകളെ പോലെയല്ലെങ്കിലും ആളുകൾക്ക് ചെറുതായി പേടിയുള്ള ഒരു ജീവിയാണല്ലോ പഴുതാര. അതിൻ്റെ കുത്ത് ചിലപ്പോൾ നല്ല വേദനയുണ്ടാക്കും. 100 കാലിൽ നിന്ന് ഏകദേശം അർത്ഥം വരുന്ന സെൻറ്റിപ്പെഡ് എന്നാണ് സായിപ്പ് ഇതിനിട്ട പേര്. ലാറ്റിനിൽ നിന്നും 100 എന്ന അർത്ഥം വരുന്ന സെൻറ്റിയും കാൽ എന്ന് അർത്ഥം വരുന്ന പെഡസും ചേർത്താണ് ഈ സെൻറ്റിപ്പെഡ് എന്ന പേര് വന്നത്. ഇവരുടെ അടുത്ത ബന്ധുക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്ന സാധുക്കളായിട്ടുള്ള തേരട്ടകൾക്ക് മില്ലിപ്പെഡ് എന്നാണ് പേര്. 1000 കാലുള്ളവർ എന്ന അർത്ഥത്തിൽ. പരന്ന നിരവധി ഖണ്ഡങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എന്ന വിധത്തിൽ നീളത്തിൽ ഘടിപ്പിച്ചതുപോലെയുള്ള ഒരു ശരീരമാണ് പഴുതാരക്ക്. ഈ ശരീരത്തിലെ ഓരോ ഖണ്ഡത്തിലും ഓരോ ജോഡി കാലുകളാണ് ഉണ്ടാവുക. അതായത് ഒരു ഖണ്ഡത്തിൽ 2 കാല്. എന്നാൽ തേരട്ടകൾക്ക് ഇത്തരത്തിലല്ല. അവയുടെ ഓരോ ഖണ്ഡത്തിലും 2 ജോഡി കാലുകൾ ഉണ്ടാവും. അതായത് ഓരോ ഖണ്ഡത്തിലും 4 കാല്. കുനുകുനെ ആ കുഞ്ഞു കാലുകൾ ഇളക്കി പതുക്കെ നീങ്ങുന്ന തേരട്ടകളുടെ സഞ്ചാരത്തിനും പെട്ടെന്ന് സ്പീഡ് കൂട്ടി മിന്നൽ വേഗത്തിൽ ഓടുന്ന പഴുതാരയുടെ സഞ്ചാരത്തിനും വ്യത്യാസമുണ്ട്. അതായത് മെല്ലെപ്പോക്ക് എന്ന ഒരു രീതി പഴുതാരകൾക്കില്ല. ഓട്ടം മാത്രം, അല്ലെങ്കിൽ നിൽപ്പ്. ആർത്രോപോഡുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇവരൊക്കെ പെടുക. അതായത് നിരവധി ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർത്ത കാലുള്ളവർ എന്നാണ് ഈ ആർത്രോപോഡ എന്ന വാക്കിൻ്റെ അർത്ഥം. തേരട്ടകളെ പോലെയല്ല പഴുതാരകൾ നമ്മളെ കടിക്കും അല്ലെങ്കിൽ കുത്തും. അതിന് വെനമുണ്ട്. എന്നാൽ പാമ്പുകളെ പോലെ പ്രത്യേക തരത്തിലുള്ള വിഷപ്പല്ലുകളൊന്നും ഇവർക്കില്ല. അല്ലെങ്കിൽ ഇവർ വായ് കൊണ്ടല്ല കടിക്കുക. പഴുതാരകളുടെ ആദ്യ ഖണ്ഡത്തിലെ കാലുകൾ ഒരു പ്രത്യേക തരത്തിൽ രൂപാന്തരം സംഭവിച്ച് ഒരു നഖങ്ങളായിട്ട് വിഷനഖങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക. ആ വിഷം ഉപയോഗിച്ച് ഇരയെ കൊന്നോ കീഴ്പ്പെടുത്തിയോ ദഹിപ്പിച്ചോ ഒക്കെയാണ് ഇവ ഭക്ഷണമാക്കുന്നത്. കിലോപോഡ എന്ന ഓർഡറിലാണ് പഴുതാരകളെ അതുകൊണ്ട് വർഗീകരിച്ചിരിക്കുന്നത്. കിലോ എന്നാൽ ലിപ്പ് അല്ലെങ്കിൽ അധരം എന്നൊക്കെയാണ് അർത്ഥം. പോഡ് എന്ന് പറഞ്ഞാൽ കാലും, അതായത് കാല് ചുണ്ടായവർ അല്ലെങ്കിൽ കാല് കൊണ്ട് കടിക്കുന്നവർ എന്നർത്ഥം. ഇവയുടെ വായ്ഭാഗത്തുള്ള ഈ വിഷനഖങ്ങൾക്ക് ഫോർസിപ്പിൾസ് എന്നാണ് വിളിക്കുക. തലയിലുള്ള വെനം ഒരു പ്രത്യേക കുഴൽ വഴി ഈ കാലുകളുടെ അഗ്രങ്ങളിലേക്ക് ഈ വിഷനഖങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. പാമ്പുകളുടെ വിഷപ്പല്ലുകളിലൂടെ വിഷഗ്രന്ഥിയിൽ നിന്നും വിഷം എത്തുന്നത് പോലെ. ഇത് ഉപയോഗിച്ചിട്ട് ഇവ ഇരകളെ ഇറുക്കിപ്പിടിക്കും, വെനം കുത്തിവെക്കും, കൊല്ലും, തിന്നും. പഴുതാരകളുടെ കാലുകളുടെ എണ്ണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവ എപ്പോഴും ഒറ്റ നമ്പറായിട്ടായിരിക്കും ജോഡികളായിട്ടുണ്ടാവുക. അതായത് ഇരട്ട നമ്പർ ജോഡികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സെൻറ്റിപ്പെഡ്, 100 കാലന്മാർ എന്നൊക്കെ ഇവർക്ക് പേരുണ്ടെങ്കിലും ഒരു പഴുതാരക്കും 100 കാല് കൃത്യമായിട്ടുണ്ടാവില്ല. അതായത് 50 ജോഡിയാണല്ലോ 100 കാല്. ഒന്നുകിൽ 51 ജോഡി അല്ലെങ്കിൽ 49 ജോഡി. അത്ര മാത്രമേ ഇവർക്ക് കാലുകൾ ഉണ്ടാവുള്ളൂ. 15 മുതൽ 191 ജോഡികൾ വരെ കാലുകളുള്ള പഴുതാരകൾ ലോകത്തെങ്ങുമായിട്ടുണ്ട്. ഇവയുടെ സഞ്ചാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക താളത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വേഗത്തിൽ കാലുകൾ ചലിപ്പിച്ചാണ് ഇവ ഓടുക. ഓട്ടത്തിനിടയിൽ അടുത്തടുത്ത കാലുകൾ തമ്മിൽ പിണഞ്ഞ് ദിം തരികിടതവും എന്നാകാത്ത വിധത്തിലാണ് ഇവയുടെ കാലുകളുടെ ക്രമീകരണം അല്ലെങ്കിൽ അവയുടെ നീളം. തൊട്ടു മുന്നിലെ കാലിലും അല്പം നീളം കൂടുതലായിരിക്കും അതിന് പിറകിലുള്ള കാല്. അടുത്ത കാലിന് അതിലും അല്പം കൂടുതൽ നീളം. അതായത് പിറകിലെ കാല് മുന്നോട്ട് എടുത്തു വെക്കുമ്പോൾ അതിനു മുന്നിലുള്ള കാലിൽ ഇത് സ്പർശിക്കില്ല അല്ലെങ്കിൽ പിണഞ്ഞു ഗുലുമാലാകില്ല. അതുകൊണ്ട് തന്നെ പിറകിലോട്ട് വരുംതോറും കാലുകളുടെ നീളത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും മുന്നിലെ കാലിനേക്കാളും നല്ല നീള വ്യത്യാസം ഉണ്ടാവും ഏറ്റവും പിറകിലെ കാലിന്. ഏറ്റവും ആദ്യത്തെ ഖണ്ഡത്തിലെ ജോഡി കാലുകളാണ് പരിണമിച്ച് ഈ വിഷമുള്ളുകളായത് എന്ന് പറഞ്ഞല്ലോ. അത് വായുടെയൊക്കെ അടുത്ത് പതനഭാഗങ്ങളോട് ചേർന്ന് തലയുടെ ഒരു ഭാഗം പോലെയൊക്കെയാണ് തോന്നുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ഖണ്ഡങ്ങളും ചെറുതായിരിക്കും. അതിലും ഈ നടക്കാനുള്ള ആവശ്യത്തിനുള്ള കാലുകൾ ഉണ്ടാവില്ല. ഏറ്റവും അവസാനത്തെ ഖണ്ഡത്തിൽ നിന്നും അൾട്ടിമേറ്റ് ലെഗ്സ് എന്ന് വിളിക്കുന്ന ഒരു നീളമുള്ള ഒരു അവയവമായിട്ട് ആ കാലുകൾ മാറിയിട്ടുണ്ടാവും. അത് നടക്കാനുള്ളതേ അല്ല, ഒരു വാല് പോലെ നീണ്ടിട്ടുള്ള ഒരു അവയവം. ഇതിനെ പിടിക്കാനായിട്ട് വരുന്ന ഇരപിടിയന്മാരെ ഭയപ്പെടുത്താൻ അത് ഉയർത്തിപ്പിടിച്ചും വിറപ്പിച്ചും ഒക്കെ ഇവ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യും. ചില ഇനങ്ങൾ ഈ അവയവം പരസ്പരം ഉരച്ച് ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കാൻ നോക്കും. ഇനി ഗതികെട്ടാൽ ഇരപിടിയൻ്റെ വായിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല്ലിയൊക്കെ ചെയ്യുന്നത് പോലെ ഈ 2 കാലുകൾ മുറിച്ചിട്ട് കളയും അവ. ഇനി കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ലിവാല് വീണ്ടും മുറിഞ്ഞാലും അവ ഇങ്ങനെ പിടക്കുന്നത് പോലെ തന്നെ ഈ മുറിച്ചിട്ട കാല് പോലെയുള്ള നീളൻ വാല് പോലെയുള്ള അൾട്ടിമേറ്റ് ലെഗ്സ് പിന്നെയും പിടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ ഉരച്ചുകൊണ്ടിരിക്കും, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ തക്കത്തിലാണ് പഴുതാര ഓടി രക്ഷപ്പെടുക. ചില ഇനങ്ങൾ ഇത് കുരങ്ങന്മാരൊക്കെ വാലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ നീളം കാലുകൾ ചിലപ്പോൾ കമ്പുകളിലൊക്കെ ചുറ്റി അടുത്ത കമ്പിലേക്കൊക്കെ നീങ്ങുമ്പോഴൊക്കെ ഒരു സഹായമായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഇവയുടെ അവസാന ഖണ്ഡത്തിലാണ് ലിംഗാവയവമായിട്ട് പ്രവർത്തിക്കുന്ന ആ ദ്വാരം ഉണ്ടാവുക. ഉരുണ്ടതോ പരന്നതോ ഒക്കെ ആയിട്ടുള്ള തലയിൽ ഒരു ജോഡി ആൻറ്റിനുകൾ ഉണ്ടാവും. ഈ ആൻറ്റിനുകൾ വളരെ പ്രധാനമുള്ളതാണ്. അതായത് ഇവയിൽ പലതിനും വലിയ കാഴ്ചശക്തി ഇല്ലാത്തവയാണ്. അവ പ്രകാശം ഭയപ്പെടുന്നവയാണ്. ഇരുളിലാണ് അത് കൂടുതൽ കഴിയാൻ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിനുകളാണ് അവയ്ക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവയുടെ ഇന്ദ്രിയം ഈ ആൻറ്റിന തന്നെയാണ്. ആൻറ്റിന കൂടാതെ ഈ 1-ാം ജോഡി കാലുകളും നേരത്തെ പറഞ്ഞ വിഷനഖങ്ങളും ഒരു സ്പർശിനി പോലെ ചിലതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇരുളിൽ ഈ പഴുതാരകൾ സഞ്ചരിക്കുന്നത് അവയുടെ ആൻറ്റിനകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ 1-ാം ഖണ്ഡത്തിലെ കാലുകൾ പരിണമിച്ചുണ്ടായ വിഷനഖങ്ങൾ ഉപയോഗിച്ചുമൊക്കെയാണ്. അതായത് അത് ഉപയോഗിച്ചുകൊണ്ട് തൊട്ടറിഞ്ഞ് ഇരകളെ കണ്ടെത്താൻ ഇവർക്ക് പറ്റും.
അതുപോലെ തന്നെ കരിങ്കണ്ണി, കരിങ്കന്ന് എന്നുള്ള പ്രാദേശികമായിട്ടുള്ള പല പേരുകൾ ഇവർക്കുണ്ട്. പുതിയ വീടെടുക്കുമ്പോൾ ഈ ദുഷ്ടക്കണ്ണുള്ളവരുടെ ദൃഷ്ടി പാഞ്ഞ് കണ്ണീറ് കിട്ടി വീട് പണി തീർക്കാൻ പറ്റാതാവും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നല്ലോ പണ്ട്, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. അത്തരക്കാരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് കരിങ്കണ്ണ ടോ എന്ന് കരി കൊണ്ടൊക്കെ വലിയ പലയിലൊക്കെ എഴുതിയിട്ട് തൂക്കാറുണ്ടായിരുന്നു. ആ കരിങ്കണ്ണന്മാരുമായിട്ടൊന്നും നമ്മുടെ ഈ പഴുതാര കക്ഷിക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണാവോ ഇവർക്ക് ഈ കരിങ്കണ്ണൻ എന്ന പേര് കിട്ടിയതെന്നറിയില്ല. സത്യത്തിൽ പലതിനും കണ്ണുപോലുമില്ല. അതായത് നമുക്കൊക്കെ കാഴ്ച കാണാൻ പറ്റുന്ന വിധത്തിലുള്ള കണ്ണുകളില്ലാത്തവരാണിവർ. ചില ഇനങ്ങൾക്ക് ഓസിലി എന്ന് പേരുള്ള പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഒരു കൂട്ടം ചിലപ്പോൾ പൊട്ടുപോലെ തലയിൽ ഉണ്ടാവുമെന്ന് മാത്രം. പുറത്തെ പ്രകാശ തീവ്രത വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ മാത്രമേ ഈ ഓസിലി കണ്ണുകൾ കൊണ്ട് ഇവർക്ക് പറ്റൂ. വസ്തുക്കളെ ഒന്നും കാണാൻ പറ്റില്ല. ഈ പഴുതാരകളുടെ കൂട്ടത്തിലെ ക്രിപ്റ്റോപ്പിഡ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പഴുതാരകൾ പൂർണ്ണമായിട്ടും അന്ധന്മാരാണെന്ന് പറയാം. ഇതുകൂടാതെ മണ്ണിനടിയിൽ കഴിയുന്ന ജിയോഫിലോമോർഫ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പഴുതാരകളുണ്ട്, ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അവക്കും കാഴ്ചശക്തി ഒട്ടുമില്ല. ചാക്കാണി, ചെതുമ്പൂരൻ തുടങ്ങിയ പല രസികൻ പേരുകളും ഉള്ളവരാണ് പഴുതാരകൾ. പഞ്ചാര എന്ന് ചില ആദിവാസി വിഭാഗങ്ങൾ ഇവരെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കൗതുകകരമായിട്ടുള്ള കാര്യം, ഇത്രയും വൈവിധ്യമുള്ള നിരവധി പേരുകളുള്ള ഒരു ജീവി മലയാളത്തിൽ വേറെ അധികമില്ല. നേരത്തെ പറഞ്ഞവ കൂടാതെ കരിങ്കണ്ണി, കരിങ്കന്ന്, കൽക്കുന്നൻ, കരിക്കുന്നൻ, കരിങ്ങാണി, ആയിരങ്കാലി, കൽക്കുഞ്ഞൻ, കാച്ചിലാത്ത്, പാറുകാലി, പാറോലി, പൂരാൻ, പഴുകാലി, പല്ലാരി, പരിക്കോർണ, പൈവാലി തുടങ്ങിയ മനോഹരമായിട്ടുള്ള നിരവധി പേരുകളുണ്ട്. ചിലയിടങ്ങളിൽ ഇവയെ തൊട്ടാരട്ടി എന്ന് വിളിക്കാറുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇവയെയും ഊറാമ്പുലി, ഉറൂളി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ഊറാമ്പുലി എന്നുള്ള പേര് പല ജീവികളെയും വിളിക്കുന്നുണ്ട്. അവ ടറൻഡുലകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന എട്ടുകാലികൾ വിളിക്കാറുണ്ട്. ചില തരത്തിലുള്ള കിസിംഗ് ബഗ്, മണിപ്പാൽ ബഗ് എന്നൊക്കെ വിളിക്കുന്ന വളരെ ചെറിയ ഒരു പ്രാണിയുണ്ട്. അവ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുമിളകൾ ഉണ്ടാക്കും. അവയൊക്കെയും ഉറൂളി അല്ലെങ്കിൽ ഊറാമ്പുലി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏതാണ് ജീവി എന്നറിയാതെ. എന്തായാലും നിങ്ങളുടെ പ്രദേശത്ത് ഈ പഴുതാരകൾക്ക് എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. പ്രാദേശികമായിട്ട് എത്രയധികം പേരുകൾ ഈ ഒറ്റ ജീവിക്ക് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇനി തേരട്ടകൾ എന്ന് പറയുന്ന മില്ലിപ്പെഡുകളുടെ ഒരു സൗമ്യ ജന്മമാണ്. അവ പൂർണ്ണമായിട്ടും സസ്യാഹാരികളാണ്. എന്നാൽ പഴുതാരകൾ പൂർണ്ണമായിട്ടും നോൺ വെജാണ്, വേട്ടക്കാരാണ്, ഇരപിടിയന്മാരാണ്. പുതുതായി കൊന്ന് കീഴടക്കിയവരെ മാത്രം ഭക്ഷിക്കുന്ന ശീലം പോലും ഇവർക്കുണ്ട്. എങ്കിലും അപൂർവ ഇനങ്ങൾ മാത്രം ഗതികെട്ടാൽ ചിലപ്പോൾ സസ്യഭാഗങ്ങളും ഭക്ഷണമാക്കും. എന്തായാലും ഇരപിടിയന്മാർക്ക് മാത്രമുള്ള ശീഘ്ര സഞ്ചാര രീതികളും ആക്രമണ തന്ത്രങ്ങളും വെനവും ഒക്കെയുള്ളവരാണല്ലോ പഴുതാരകൾ. റൈസിഡ ലോങ്ങിപ്പെസ് എന്ന് പേരുള്ള ഇനം പഴുതാരകൾക്ക് നമ്മുടെ വീടും അതിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് വളരെ ഇഷ്ടം. നീളം കാലുള്ളവരാണവർ. ഇവയുടെ കയ്യിൽ നിന്നും ആളറിയാതെ തീറ്റയെന്ന് കരുതി നമുക്കും കുത്തു കിട്ടാറുണ്ട്. നമ്മൾ വല്ല കലിങ്കിലോ മതിലിലോ ഒക്കെ ഇരിക്കുമ്പോൾ ആ ഇരുത്തമൊന്ന് മാറ്റുമ്പോൾ ഇതിൻ്റെ ദേഹത്ത് അമർന്നാൽ അപ്പോൾ കുത്തു കിട്ടും. നല്ല കിടിലും വേദനയുണ്ടാവും വളരെ നേരത്തേക്കെങ്കിലും. എങ്കിലും മനുഷ്യർക്ക് അത്ര കണ്ട് അപകടകരമൊന്നുമല്ല ഈ പഴുതാരകളുടെ വിഷം. ഒരു തേനീച്ചയൊക്കെ കുത്തിയതിലും അല്പം കൂടുതൽ വേദന മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. വിങ്ങി വീർക്കലും പനിയും വിറയലും ഒക്കെ ചിലർക്ക് കുറച്ച് സമയത്തേക്കുണ്ടാവും. എങ്കിലും അപൂർവം ചിലർക്ക് ചിലയിനം വലിയ പഴുതാരകൾ കുത്തിയാൽ വളരെ ഗൗരവതരമായിട്ടുള്ള അലർജിക് റിയാക്ഷനുകളും ചിലപ്പോഴുണ്ടാവും. അനാഫിലാറ്റിക് ഷോക്ക് വരെ ചിലപ്പോൾ സംഭവിക്കാം. എങ്കിലും അതൊക്കെ വളരെ അപൂർവം മാത്രമാണ്. ഇനി വളരെ ചെറിയ ഇനങ്ങൾക്ക് അവയുടെ വിഷ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ചർമ്മം തുരക്കാനുള്ള കഴിവൊന്നുമില്ല. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പഴുതാരയുടെ കുത്ത് കിട്ടാത്തവർ നാട്ടുമ്പുറങ്ങളിൽ അപൂർവമായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുമ്പുറങ്ങളിൽ വിഷചികിത്സകന്മാർ കാര്യമായിട്ട് ചികിത്സിച്ചിരുന്നത് പലപ്പോഴും പഴുതാര വിഷത്തിനായിരുന്നു. സത്യത്തിൽ കാര്യമായിട്ടുള്ള ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ദിവസം കൊണ്ടൊക്കെ ഈ പഴുതാര കുത്തിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സാധാരണ മാറുന്നതുമാണ്. എന്തായാലും പഴുതാരയെ കണ്ടാൽ തന്നെ പേടിച്ച് വിറക്കുന്നവർ ലോകത്ത് പലയിടത്തും ധാരാളമായിട്ടുണ്ട്. എന്നാൽ ചൈനയിലും കംബോഡിയയിലും തായ്ലാൻഡിലുമൊക്കെ പ്രാദേശിക മാർക്കറ്റുകളിൽ കമ്പുകളിൽ ചുട്ടെടുത്ത ഈ പഴുതാരകളെ കറുമുറ ആളുകൾ തിരക്കുകൂട്ടുന്നത് കാണാം. മലേഷ്യയിലെ സെറമ്പിയൻ പ്രദേശത്ത് ഈ പഴുതാരകളെ ആരാധിക്കുന്ന ഒരു ബുദ്ധക്ഷേത്രം പോലുമുണ്ട്. ചുവപ്പ് കലർന്ന കടും തവിട്ട് നിറത്തിലും ചെമ്പൻ കറുപ്പ് നിറത്തിലും ഒക്കെ ഇവയെ കാണാം. ഇവയുടെ തലയിൽ ഒരു ജോഡി നീളൻ ആൻറ്റിനുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. വഴി തിരയുന്നതും ഇരയെ കണ്ടെത്തുന്നതും ഇണയെ കണ്ടെത്തുന്നതും ഒക്കെ ഈ നീളൻ ആൻറ്റിനുകൾ ഉപയോഗിച്ചാണ്. അഴുക്കായ ജീർണിച്ച അവശിഷ്ടങ്ങളുടെയൊക്കെ അടിയിലൊക്കെയാണ് ഇവ പകലൊക്കെ ഒളിച്ചു നിൽക്കുകയെങ്കിലും സ്വന്തം ശരീരം എപ്പോഴും നക്കി തുടച്ച് നല്ല വൃത്തിയാക്കുന്ന ഗ്രൂമിങ് സ്വഭാവമുള്ളവരാണിവർ. 430 ദശലക്ഷം വർഷം മുമ്പേ തന്നെ പരിണമിച്ചുണ്ടായവരാണ് ഈ പഴുതാരകൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എത്രയോ ലക്ഷം വർഷമായിട്ട് വലിയ മാറ്റമൊന്നുമില്ലാതെ നിലനിൽക്കുന്ന ഒരു ജീവി കൂടിയാണ് പഴുതാരകൾ. അതായത് അവയുടെ ശാരീരിക പ്രത്യേകതകളും അവയുടെ വിഷനഖങ്ങളുമൊക്കെ അവർക്ക് അതിജീവിക്കാൻ വളരെ സഹായിക്കുന്നതിനാൽ തന്നെ മറ്റ് അനുകൂലനങ്ങളുടെ ആവശ്യമൊന്നും പരിണമിച്ചുണ്ടാകേണ്ട കാര്യവും ഉണ്ടായില്ല. അതായത് അവയുടെ ഇപ്പോഴുള്ള ശാരീരിക പ്രത്യേകതകളും വെനവും ഒക്കെ തന്നെ അവർക്ക്
അതിജീവിക്കുന്നതിന് സഹായകരമായതിനാൽ തന്നെ പല വിധത്തിലുള്ള പരിണാമങ്ങളൊന്നും അവർക്ക് ആവശ്യമായിട്ട് വരാത്തതിനാൽ തന്നെ അതൊന്നും ബാക്കിയായില്ല. ഇപ്പോൾ ലോകത്ത് ഏകദേശം 8000-ലധികം സ്പീഷീസ് പഴുതാരകൾ ഉണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിലൊരു 3000 എണ്ണത്തെയൊക്കെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. മഴക്കാടുകളിലും പുൽമേടുകളിലും മരുഭൂമികളിലും മാത്രമല്ല ആർട്ടിക് സർക്കിളുകളിലെ ചില പ്രദേശങ്ങളിലടക്കം പഴുതാരകളെ കണ്ടെത്തിയിട്ടുണ്ട്. സ്കോളോപെൻഡ്രോമോർഫ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പഴുതാരകളാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്നത്. കൂടാതെ ജിയോഫിലോമോർഫ, സ്കൂട്ടിജെറോമോർഫ, ലിത്തോബയോമോർഫ എന്നീ ഇനങ്ങളിലൊക്കെ പെട്ട പഴുതാരകളെ നമ്മളെ കേരളത്തിൽ കാണാം. ലോകത്ത് ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും കാണുന്നതാണ് ജിയോഫിലോമോർഫ വിഭാഗത്തിലുള്ള പഴുതാരകൾ. 230ഓളം ജനുസുകളിലായിട്ട് ധാരാളം ഇനം പഴുതാരകൾ ഈ വിഭാഗത്തിലുണ്ട്. മണ്ണിനെ സ്നേഹിക്കുന്നവ എന്നാണ് ജിയോഫിലോമോർഫ എന്ന ലാറ്റിൻ വാക്കിൻ്റെ ഏകദേശം അർത്ഥം. അതായത് ഇവയെ മണ്ണിൽ കാണുന്ന, മണ്ണിനടിയിൽ ജീവിക്കുന്ന വളരെ നീളം ഉള്ള ഇനം പഴുതാരകളാണ്. മണ്ണിര അല്ലെങ്കിൽ നേർത്ത വിര എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. 27 മുതൽ 191 ജോഡി കാലുകൾ വരെയുള്ള ഇനങ്ങൾ ഇവരിലുണ്ട്. 1920-ൽ ഫിജിയിൽ കണ്ടെത്തിയ ഗോണിബ്രങ്മാറ്റസ് പ്ലൂരിമൈപ്പസ് എന്ന ഇനമാണ് 191 ജോഡി കാലുകളുള്ള പഴുതാര. ഇതാവും ഇതുവരെ ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലുകളുള്ള സെന്റിപ്പെഡ്. ഈ ജിയോഫിലോമോർഫ സെന്റിപ്പെഡുകളിൽ 1 മുതൽ 22 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇനങ്ങളുണ്ട്. ഇവർ മണ്ണിനടിയിലായതിനാൽ തന്നെ ഇവർക്ക് കണ്ണിൻ്റെ ആവശ്യമേ ഇല്ല. എങ്കിലും ഇവരിൽ ചിലർക്ക് ഇരുളിൽ പ്രകാശിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്, ബയോലൂമിനൻസ് ഉണ്ട്. എന്നാൽ മിന്നാമിന്നികളെ പോലെ ശരീരത്തിനുള്ളിൽ നിന്നല്ല ഈ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയുടെ ശരീരത്തിൻ്റെ അടിഭാഗത്തുള്ള ഒരു പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നും ഒരു പശിമയുള്ള പ്രത്യേക ദ്രാവകം ഇവ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക. അത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഈ ദ്രാവകം തിളങ്ങാൻ തുടങ്ങും. സാധാരണയായിട്ട് നീല കലർന്ന പച്ച, ഗ്രീനിഷ് ബ്ലൂ പ്രകാശമാണ് ഉണ്ടാവുക. ഇത് ഇരുളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. തന്നെ പിടിക്കാൻ വരുന്ന ശത്രുക്കളെ, ഉദാഹരണമായിട്ട് പക്ഷികൾ അല്ലെങ്കിൽ തവളകളെയൊക്കെ ഭയപ്പെടുത്താനാണ് ഈ ബയോലൂമിനൻസ് ഇവ ഉപയോഗിക്കുന്നത്. കൂടാതെ അപ്പോസോമാറ്റിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം ജീവികൾ പ്രകടിപ്പിക്കാറുണ്ടല്ലോ. വിഷസ്വഭാവമുള്ള ജീവികൾ അവയിൽ വിഷസ്വഭാവമുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള രൂപങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ. അതായത് ഈ പ്രകാശം ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്ത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ തിളങ്ങുന്ന ദ്രാവകം ശത്രുവിൻ്റെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിക്കും. ശത്രു അതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ച് നോക്കുന്ന സമയത്തിനിടയിൽ ഇരുട്ടിലേക്ക് പഴുതാര രക്ഷപ്പെടുകയും ചെയ്യും. കേരളത്തിൽ 2006-ൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠനത്തിൽ 23 സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ഒരു പട്ടിക പുറത്തിറക്കി. ഡോക്ടർ PM സുരേഷൻ, ധന്യബാലൻ തുടങ്ങിയ ഗവേഷകർ ചേർന്ന് തട്ടേക്കാട് നിന്ന് കണ്ടെത്തിയ റൈസിഡ ആസ്പിനോസസ് എന്ന പഴുതാരയടക്കം 30-നടുത്ത് പഴുതാരകളെയാണ് കേരളത്തിൽ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇതിനുശേഷവും പിന്നീടും പഴുതാരകളെ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റു പ്രാണികളെപ്പോലെ മെഴുകുപാളികളുള്ള ക്യൂട്ടിക്കിൾ കവചം ഇവർക്കില്ലാത്തതിനാൽ തന്നെ ഇവരുടെ ശരീരത്തിനുള്ളിലെ ജലാംശം വേഗം വറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഈർപ്പമില്ലാത്ത പ്രദേശങ്ങളിൽ ഇവയുടെ അതിജീവനം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇവ പകലൊക്കെയും തണുപ്പും നനവും ഒക്കെയുള്ള ഒളിവിടങ്ങളിലേ കഴിയൂ. അഴുകിയ ഇലകൾക്കടിയിലും മരത്തടികൾക്കടിയിലും കല്ലുകളുടെ അടിയിലും ഒക്കെയാണ് ഇവ ഒളിച്ചു നിൽക്കുക. വേനൽക്കാലം കഴിവതും പകലൊന്നും പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടും. മഴയോടെ ഇവർ സജീവമാകും. സ്കോളോപെൻഡ്ര കറ്ററാക്റ്റ എന്ന ഒരു ഉഭയജീവിയായിട്ടുള്ള പഴുതാര ഇനം ഒഴികെ എല്ലാവരും കരജീവികളാണ്. എന്തായാലും ആർത്രോപോഡകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഇരപിടിയന്മാരുള്ളത് ഇവരുടെ കൂട്ടത്തിലാണ്. തെക്കേ അമേരിക്കയിലെ സ്കോളോപെൻഡ്ര ജൈജാൻറ്റിയ എന്ന ഒരു പെറൂവിയൻ ഇനം പഴുതാരയുണ്ട്. ആ ഭീമൻ പഴുതാര 30 സെൻറ്റിമീറ്റർ വരെയൊക്കെ വലിപ്പം വെക്കും. ഇവർ കുഞ്ഞു കുരുവികൾ, വവ്വാലുകൾ, തേരട്ടകൾ, തവളകൾ, ഓന്തുകൾ, എലികൾ, കുഞ്ഞു പാമ്പുകൾ എന്നിവയൊക്കെ ഭക്ഷണമാക്കും. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണമായിട്ടുള്ള പഴുതാരകളുടെ ഭക്ഷണം മണ്ണിരകൾ, പലതരത്തിലുള്ള പ്രാണികൾ, ചിലന്തികൾ, കൂറകൾ, വാലമ്മൂട്ടകൾ, ഒച്ച് തുടങ്ങിയ പലതരത്തിലുള്ള ജീവികളാണ്. അതായത് ഇവർക്ക് പറ്റുന്ന എന്തിനേയും ഇവർ തിന്നും. ചിലപ്പോൾ സ്വന്തം വർഗ്ഗക്കാരെ വരെ പിടിച്ചു തിന്നും. സത്യത്തിൽ നമ്മുടെ വീട് വൃത്തിയാക്കുന്നവരാണ് പഴുതാരകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വനം ഉപയോഗിച്ച് ദഹിപ്പിച്ച് നന്നായി ചവച്ചരച്ചാണ് ഇവരുടെ ഭക്ഷണം കഴിക്കുക. പഴുതാരകൾ സാധാരണയായിട്ട് 2-3 വർഷം ആയുസുള്ളവരാണ്. പെട്ടെന്ന് മരിച്ചു പോകുന്നവരല്ല. ചില ഇനങ്ങൾ 7 വർഷം വരെ ജീവിക്കും. സ്കോളോപെൻഡ്ര സബ്സ്പൈനിപ്പസ് എന്ന ഇനം പഴുതാരകൾ 10 വർഷം വരെ ജീവിച്ചതായിട്ട് റെക്കോർഡുണ്ട്. ഇവരുടെ ഇണചേരലും നമ്മുടെ സങ്കല്പത്തിലുള്ള ഇണചേരൽ പോലെയല്ല. ആൺപഴുതാരകൾ തൻ്റെ ബീജം ഒരു പാക്കറ്റ് പോലെയാക്കിയിട്ട് ചിലയിടങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ പെൺപഴുതാരയെ അവിടത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി ചില ശൃംഗാര നൃത്തങ്ങളൊക്കെ നടത്തി അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരും. എന്നാൽ ചില ഇനങ്ങൾ ഈ ബീജം ഇട്ട് വെച്ച് സ്ഥലം കാലിയാക്കുകയും ചെയ്യും. പെൺപഴുതാര സഞ്ചാരത്തിനിടയിൽ ഇത് കണ്ടെത്തി അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. ബീജസങ്കലനം കഴിഞ്ഞാൽ 10 മുതൽ 50 മുട്ടകൾ വരെ ഒന്നിച്ചിട്ട് ഇവ ഏതെങ്കിലും കുഴിയിലൊക്കെ ഇട്ടുവെക്കും. അത് മൂടി വെച്ച് അത് അതിൻ്റെ പാട്ടിന് പോകും. എന്നാൽ ചില സ്പീഷീസുകൾ ഭയങ്കരമായിട്ടുള്ള മാതൃസ്നേഹം പ്രകടിപ്പിക്കുന്നവരും കൂടിയാണ്. ഈ മുട്ടയ്ക്ക് ചുറ്റും വളഞ്ഞു ചുറ്റി അവർ അങ്ങനെ കിടക്കും. കാലുകൾ കൊണ്ട് മുട്ടയൊക്കെ ഇങ്ങനെ വാരി അടുപ്പിച്ച് ശരീരത്തോട് ചേർത്ത് പിടിക്കും.
എന്നിട്ട് വിരിയും വരെ കാത്തിരിക്കും. കൂടാതെ ഈ മുട്ടകൾക്ക് ഫംഗസ് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് നക്കി വൃത്തിയാക്കും. മാസങ്ങളെടുക്കും ഈ മുട്ട വിരിയാൻ. അത്രയും കാലം ഭക്ഷണമൊന്നും കഴിക്കാതെ ചിലപ്പോൾ അമ്മ കാവലിരിക്കും. അതുപോലെ ഈ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നത് പഴുതാര കുഞ്ഞുങ്ങളായിരിക്കും, നിംഫുകൾ എന്നാണ് പറയുക. അവയുടെ പുറംപാളി പൊഴിച്ചു കളഞ്ഞാണ് മോൾട്ടിങ് ചെയ്താണ് പതുക്കെ വളരുക. ഇങ്ങനെ ഈ നിംഫ് കുഞ്ഞുങ്ങൾ ഉറപൊഴിച്ച് മൂപ്പെത്തുന്നത് വരെയൊക്കെ ചിലപ്പോൾ അമ്മ അവർക്കൊപ്പം തന്നെ കഴിയും. എങ്കിലും അപായ സൂചനകൾ കിട്ടിയാൽ, ഈ മുട്ടകൾ വിരിയാനുള്ള സാധ്യതയില്ല എന്നൊക്കെ തോന്നിയാൽ മൊത്തം മുട്ടകളെയും ശാപ്പിട്ട് സ്ഥലം കാലിയാക്കുന്ന അമ്മമാരുമുണ്ട്. അതുപോലെ തന്നെ മുട്ട വിരിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ വളഞ്ഞിട്ട് മക്കളെല്ലാം കൂടി അമ്മയെ തിന്നുന്ന സ്പീഷീസുകളുമുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഈ പഴുതാര കുഞ്ഞുങ്ങൾ, നിംഫുകൾ പ്രായപൂർത്തിയെത്താൻ 1 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ എടുക്കും. ചിലപ്പോൾ തലയിലുള്ള ഈ വിഷസഞ്ചി ഒഴികെ ബാക്കിയെല്ലാം നല്ല കുശാൽ ഭക്ഷണമായതിനാൽ തന്നെ ഈ പഴുതാരകളെ തിന്നാനും പക്ഷികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷി കൊത്തിയെടുത്താലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവയുടെ കാലുകൾ മുറിച്ച് കളഞ്ഞ് ചില തന്ത്രങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ചിലപ്പോൾ ഇവ മരിച്ചതുപോലെ കിടക്കുകയും ചെയ്യും. പക്ഷികൾ കൊത്തുമ്പോൾ അവയുടെ കാലുകൾ മാത്രമേ പക്ഷിക്കൊക്കിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ളെങ്കിൽ ആ കാലുകൾ മുറിച്ച് കളഞ്ഞ് അവ രക്ഷപ്പെടാൻ ശ്രമിക്കും. അതായത് അടുത്ത മോൾട്ടിങ്ങോട് കൂടിയിട്ട് പഴുതാരയെ സംബന്ധിച്ചിടത്തോളം പഴയ കാല് കിട്ടും, ജീവൻ തിരിച്ച് പിന്നെ കിട്ടില്ലല്ലോ. ഇവ കുത്തി നമുക്ക് ചില വേദനയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചിലപ്പോൾ ഇവർ ഭാവിയിൽ നമുക്ക് വലിയ ഉപകാരികളായിട്ട് മാറിയേക്കും. മോർഫിനേക്കാൾ ശക്തമായിട്ടുള്ള എന്നാൽ പാർശ്വഫലങ്ങളില്ലാത്ത വേദന സംഹാരികൾ ഈ പഴുതാര വനത്തിൽ നിന്നും എടുക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വനത്തിലെ ചില പെപ്റ്റൈഡുകൾ മസ്തിഷ്കത്തിലെ അമിതമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അപസ്മാര നിയന്ത്രണത്തിനുള്ള മരുന്നുകളുടെ ഗവേഷണത്തിനും ഇപ്പോൾ ഈ പഴുതാരകളുടെ വനം ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ശേഷിയും ഈ വനത്തിനുണ്ട്. ഇതൊന്നും കൂടാതെ പരിസ്ഥിതിയിലെ കീടനിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവിയാണ് പഴുതാരകൾ. നമുക്ക് ഉപദ്രവകാരികളായിട്ടുള്ള പല പ്രാണികളെയും ആഹാരമാക്കുന്നതിലൂടെ ഇവ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട്. അതായത് ഭയക്കേണ്ട ഒന്നല്ല, നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവവർഗമാണ് പഴുതാരകൾ. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ ജീവികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.